നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടോ എങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചൂടാ. കാര്യം എന്ന് വെച്ചാല് ഇത് കഴിച്ചാല് പി സി ഒ ഡിന്റെ സിവിയാരിറ്റി കൂടാനോ അല്ലെങ്കിൽ മറ്റു പല കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതില് ഒന്നാമതായിട്ടുള്ളതാണ് സോയാ പ്രൊഡക്ട്സ്. ഇത് ഈസ്ട്രോജൻ ആയിട്ട് മിമിക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത്. ഡയറി പ്രൊഡക്ട്സ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. വീറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വൈറ്റ് ഫ്ലോർ ഇത് ഉപയോഗിച്ചുകൂടാ. കൂടെ തന്നെ സീഡ് ഓയിൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നുണ്ട്. സോ ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂട്ടും. നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടോ എങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചൂടാ. കാര്യം എന്ന് വെച്ചാല് ഇത് കഴിച്ചാല് പി സി ഒ ഡിന്റെ സിവിയാരിറ്റി കൂടാനോ അല്ലെങ്കിൽ മറ്റു പല കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതില് ഒന്നാമതായിട്ടുള്ളതാണ് സോയാ പ്രൊഡക്ട്സ്. ഇത് ഈസ്ട്രോജൻ ആയിട്ട് മിമിക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത്. ഡയറി പ്രൊഡക്ട്സ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. വീറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വൈറ്റ് ഫ്ലോർ ഇത് ഉപയോഗിച്ചുകൂടാ. കൂടെ തന്നെ സീഡ് ഓയിൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നുണ്ട്. സോ ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂട്ടും.